നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ബിസിനസ് ചെയ്യുന്നതാണോ അതോ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ നമുക്ക് നല്ലത്? അപ്പം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് ഒരു പാസീവ് ഇൻകം എന്ന നിലയിൽ നോക്കുവാണെങ്കിൽ ജോലി ഉണ്ടാവണം, അല്ലെങ്കിൽ നമ്മുടെ തൊഴിലും ഉണ്ടാവണം, അതോടൊപ്പം തന്നെ നമുക്കൊരു അഡീഷണൽ ഇൻകം എല്ലാ മാസവും കിട്ടണം. ഡിവിഡൻഡ് സ്റ്റോക്കുകളിൽ ഇടിവ് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്ക് പോകാം. അപ്പോൾ കോവിഡ് സമയത്തുനിന്ന് ഇപ്പോൾ 5 times റിട്ടേൺ വന്നു. അതായത് 4 വർഷം കൊണ്ട് 1 ലക്ഷം രൂപ 5 ലക്ഷം രൂപയായി, ഡിവിഡൻറ്റും കിട്ടി. ഇന്ന് മലയാളത്തിൽ ലഭ്യമായിട്ടുള്ളതിൽ വേറെ സോഴ്സ് ഇല്ല. ഈ ഫുൾ ടൈം ആയിട്ട് ഈ കാര്യം പറയുന്ന സോഴ്സ് ഇല്ല. അത് സ്റ്റോക്ക് മാർക്കറ്റ്, പേഴ്സണൽ ഫിനാൻസ്, അതുപോലെ തന്നെ ബിസിനസ്. ഈ 3 കാര്യങ്ങളിലും നമ്മളാണ് ലീഡ് ചെയ്യുന്നത്. നമ്മൾ വേറെ ആരും തന്നെ ഇത്രയും സീരിയസ് ആയിട്ട് ഈ കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടീൻ്റെ പേരിൽ നമ്മളൊരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡ് കൊണ്ട് അതിൻ്റെ എഡ്യൂക്കേഷൻ ആയാലും വിവാഹമായാലും അങ്ങനെയുള്ള കാര്യങ്ങൾ ഫ്യൂച്ചർ സേഫ് ആക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. എനിക്ക് വളരെ അറിയാവുന്ന എൻ്റെ സുഹൃത്ത് 25 ലക്ഷം രൂപ ഓപ്ഷൻ ട്രേഡിങ്ങിലൂടെ കളഞ്ഞിട്ടിരിക്കുന്നു. 5 ലക്ഷം ഇട്ട് 10 ലക്ഷമായി, 10 പിടിക്കാൻ വേണ്ടി 5 കൊണ്ട് ഇട്ട് 15 പോയി, 20 പോയി, 25 പോയി. മാസം തോറും ഒരു ഫിക്സഡ് ഇൻകം ലഭിക്കുന്ന ഒരാൾക്ക് അഡീഷണൽ ഇൻകം ഏൺ ചെയ്യാനായി ബിസിനസ് തുടങ്ങുന്നതാണോ അതോ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ നല്ലത്? ഇതിനെക്കുറിച്ചാണ് ഇന്ന് മൈഫിൻ ടോക്സിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. എല്ലാവർക്കും മൈഫിൻ ടോക്സിലേക്ക് സ്വാഗതം. സർ, വെൽക്കം ടു ദ ഷോ. നമസ്കാരം. ഓക്കെ, നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ബിസിനസ് ചെയ്യുന്നതാണോ അതോ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ നമുക്ക് നല്ലത്? രണ്ടും നല്ലതാണ്. രണ്ടും അതിൻ്റേതായ മെറിറ്റ്സും ഡീമെറിറ്റ്സും ഉണ്ട്. ഇപ്പോൾ എന്നോട് പേഴ്സണലായിട്ട് ചോദിക്കുവാണെങ്കിൽ ഞാൻ പറയും, എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെ ഒരു ബിസിനസ്സായിട്ട് കാണണം എന്ന് ഞാൻ പറയും. അതായത് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വഴി നമുക്ക് ബിസിനസ് ചെയ്യാം എന്നാണ് പറയുന്നത്. നമ്മൾ ബിസിനസ് പറഞ്ഞാൽ നമ്മളൊരു കമ്പനി നടത്തുക എന്നുള്ളതാണല്ലോ. ഒരു കമ്പനി, ഓരോരോ ഷോപ്പ് അല്ലെങ്കിൽ ഒരു സ്ഥാപനം തുടങ്ങുക എന്നുള്ളതാണ്. ഇപ്പം നമ്മളൊരു കമ്പനിയുടെ ഷെയർ എടുക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, നമ്മളതിൻ്റെ ഓണറാകുന്നു. അപ്പം നമുക്ക് അതിനകത്ത് ഡിവിഡൻറ്റ് കിട്ടും, അല്ലേ? നമ്മൾ ഡിവിഡൻറ്റ് കിട്ടുന്ന കമ്പനിയിലാണ് ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ ഡിവിഡൻറ്റ് കിട്ടും. പ്ലസ് നമുക്ക് പിന്നെ ഉദാഹരണത്തിന് നമ്മുടെ സ്റ്റോക്കിൻ്റെ വാല്യൂ വർദ്ധിക്കും. ലോങ് ടൈമിലേക്ക് സ്റ്റോക്കിൻ്റെ വാല്യൂ വർദ്ധിക്കും, അല്ലേ? പിന്നെ ബിസിനസ് ഇപ്പം വളരെ നന്നായി ആക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ പല ടൈപ്പ് ഓഫ് ബിസിനസ് ഉണ്ട്. ചെറിയ ഇൻകം കൊണ്ട് തുടങ്ങാൻ പറ്റുന്ന കുറേയധികം ബിസിനസ്സുകളുണ്ട്. ഇപ്പം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് ഒരു പാസീവ് ഇൻകം എന്ന നിലയിൽ നോക്കുവാണെങ്കിൽ ജോലി ഉണ്ടാവണം, അല്ലെങ്കിൽ നമ്മുടെ തൊഴിലും ഉണ്ടാവണം, അതോടൊപ്പം തന്നെ നമുക്കൊരു അഡീഷണൽ ഇൻകം എല്ലാ മാസവും കിട്ടണം, അല്ലെ എല്ലാ 3 മാസം കൂടുമ്പോൾ കിട്ടണം. സർ, അതുപോലെ എന്താണ് ഈ ഡിവിഡൻഡ് എന്ന് പറയുന്നത്, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? കമ്പനിയുടെ ഓണറാണല്ലോ സ്റ്റോക്ക് മാർക്കറ്റിൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കമ്പനിയുടെ ഓണറാണ്. ആ ഓഹരി ഉടമ എന്ന നിലയിൽ അതിൻ്റെ കമ്പനിയുടെ ലാഭത്തിൻ്റെ ഒരു വിഹിതം നമുക്ക് തരുന്നു. അതിനാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ഡിവിഡൻഡ് അല്ലെങ്കിൽ ഒരു സ്വിംഗ് ട്രേഡ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് ഒരു എംപ്ലോയിക്ക്, ഒരു സ്ഥിര വരുമാനമുള്ള ആൾക്ക് മന്ത്ലി ഇൻകം ഏൺ ചെയ്യാൻ പറ്റുമോ? ഒരു 30,000 രൂപയോ 40,000 രൂപയോ 50,000 രൂപയോ അല്ലെങ്കിൽ 1 ലക്ഷമോ വാങ്ങുന്ന ഒരാൾക്ക് അയാളുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താൻ വേണ്ടി, പുതിയ ഗാഡ്ജറ്റുകൾ വാങ്ങാൻ വേണ്ടി, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാൻ വേണ്ടി ഒരു അഡീഷണൽ ഇൻകം വാങ്ങണം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജോലി അങ്ങനെ പോവുകയും ചെയ്യണം. ഓക്കെ, ഞാനത് ഇതിനോട് കണക്ട് ചെയ്ത് പറയാൻ കാരണം നമ്മളുടെ ഡിസ്കഷൻ ടോപ്പിക് ഇന്ന് അതായതുകൊണ്ടാണ്. ഓക്കെ, എന്താണ് ടോപ്പിക്ക്? ഒരു ആൾ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ലോങ് ടൈം ആയിട്ട് കാണുമെന്ന് നമ്മൾ എപ്പോഴും പറയുന്നുണ്ട്. ഓക്കെ, ഒരു ഇൻവെസ്റ്റർ. അതേസമയം തന്നെ ഇൻട്രാഡേയും സ്വിംഗ് ട്രേഡിങ്ങും ഓപ്ഷൻസ് ഹെഡ്ജ് ചെയ്തിട്ട് അത് റീഹെഡ്ജ് ചെയ്തിട്ട് ഓപ്ഷൻ ട്രേഡിങ്ങിലൂടെ റെഗുലർ ഇൻകം വാങ്ങാനുള്ള സാധ്യതകളും, അതുപോലെ തന്നെ ഡിവിഡൻഡ് സ്റ്റോക്കുകളിലൂടെ ഇൻകം ഏൺ ചെയ്യാവുന്ന സാധ്യതകളുമുണ്ട്. അപ്പം ഡിവിഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഡിവിഡൻഡ് ഓരോ ക്വാർട്ടറിലും ഡിഫറെൻറ്റ് സെഗ്മെൻറ്റിൽ കൂടി നിൽക്കും. ആദ്യത്തെ ക്വാർട്ടറിൽ ചിലപ്പോൾ FMCG സെക്ടറുകൾക്കായിരിക്കും കൂടുതൽ വരാൻ സാധ്യത. അല്ല, രണ്ടാമത്തെ ക്വാർട്ടർ ആകുമ്പോൾ IT സെക്ടർ ആയിരിക്കും. മൂന്നാമത്തെ സെക്ടർ ആകുന്ന സമയത്തേക്ക് അത് ബാങ്കിങ് ആൻഡ് ഫിനാൻസ് ആവാം. അപ്പോൾ അത് നമ്മളുടെ ഷോകളിലൂടെ പറയുന്നുണ്ട് ഏത് സെക്ടറിലാണ് ഏത്
സമയത്താണ് ഡിവിഡൻഡ് ഈൽഡ് കൂടുതലുള്ളത്. അപ്പോൾ തിരിച്ച് നമ്മൾ ചോദിക്കും, സാധാരണഗതിയിൽ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ ഡിവിഡൻഡ് സ്റ്റോക്കുകളെല്ലാം നല്ല സ്റ്റോക്കാണോ? അല്ല. ഇപ്പം നമ്മൾ തേജസ് ആണെന്ന് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണ്, തേജസ് ആണ്. കഴിഞ്ഞ 2 ക്വാർട്ടറിലും അവർ ലോസ് ആയിരുന്നു, പക്ഷേ ഡിവിഡൻഡ് 0.51% കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഡിവിഡൻഡ് കൊടുക്കുന്നു എന്ന് കരുതിയിട്ട് നല്ല കമ്പനി ആവണമെന്നില്ല. അപ്പം അതിന് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള കുറേ കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. അതിൻ്റെ ബിസിനസ് മോഡൽ റെഡിയാണെന്ന് നോക്കേണ്ടതുണ്ട്. കൺസിസ്റ്റൻ്റായിട്ട് ക്യാഷ് ഫ്ലോ ഉണ്ടോ എന്ന് നോക്കേണ്ടതുണ്ട്, അല്ലേ? അതിൻ്റെ ഓണർമാരുടെ പ്രൊമോട്ടേഴ്സ് എത്ര പെർസെൻറ്റേജ് ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട്, അവരുടെ ഒരു സത്യസന്ധരാണോ, അല്ലെങ്കിൽ അവരുടെ ഈ കാര്യങ്ങളെല്ലാം നോക്കേണ്ടതുണ്ട്. പിന്നെ ഉറപ്പായിട്ടും നോക്കേണ്ടതാണ് നെറ്റ് പ്രോഫിറ്റ് ഇല്ലെങ്കിൽ അതിനകത്തുനിന്ന് ഡിവിഡൻഡ് കൊടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നോക്കാൻ ഞാനൊരു എംപ്ലോയി ആണ്, എനിക്ക് എല്ലാ ദിവസവും ഇത് പോയിട്ട് നോക്കാൻ പറ്റില്ല. സൊല്യൂഷൻ ഈസ് സിമ്പിൾ മൈഫിൻ TV ഓർ എനി അതർ ഫിനാൻഷ്യൽ സോഴ്സസ്. നമ്മൾ പല സ്ഥലത്തുനിന്ന് ഇങ്ങനെ ഗൂഗിളിലൊക്കെ നോക്കിയെടുത്ത് ഗ്യാദർ ചെയ്ത് പറയേണ്ടി വരും. അപ്പം നമ്മൾ ആ ഒരു സമയം കൂടെ നോക്കിയിട്ട് മൈഫിൻ TV കാണുന്ന ഒരു പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഹാബിറ്റായി മാറുമ്പോൾ അത് ജസ്റ്റ് നമ്മൾ എമൗണ്ട് ഒരു 20,000 നമ്മുടെ കയ്യിലൊരു സർപ്ലസ് വരുന്നു, നമ്മുടെ ഷോകളും കാര്യങ്ങളും സ്ഥിരമായി വായിച്ച് ചെയ്യുന്ന ഒരാളാണ്, നമ്മളുടെ എക്സ്പെർട്ടുകൾ അതാണ് ചെയ്യുന്നത്. ഈ പറയുന്ന കാര്യങ്ങളെ വളരെ സിംപ്ലിഫൈ ആക്കി നമ്മളുടെ ഒരാൾക്ക് തരുന്നു. നമുക്കത് നോക്കിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് തുടങ്ങാനായിട്ട് പറ്റും. അപ്പോൾ ഒരു ബ്രോക്കറേജിന് പകരം നമ്മൾ 10 ബ്രോക്കറേജിനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. വ്യത്യാസം അതാണ്. ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, സ്റ്റോക്ക് മാർക്കറ്റ് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആയിട്ടല്ലേ കാണേണ്ടുള്ളൂ, എന്തുകൊണ്ടാണ് നമ്മുടെ ചില ഷോകളിൽ അത് ഇൻട്രാഡേ ചെയ്യണമെന്നും അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡ് ചെയ്യണമെന്നും ഒക്കെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഉത്തരം ഇതാണ്, ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എത്ര കിട്ടുന്നു എന്നുള്ളതാണ്. ഞാൻ എത്രമാത്രം ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്സ് പറഞ്ഞാൽ എനിക്ക് ഇന്ന് എത്ര ഉണ്ട്, നാളെ എത്രയുണ്ട്, എൻ്റെ ജീവിത സാഹചര്യത്തിന് എത്രയുണ്ടെന്നാണല്ലോ പറയുക. ഇപ്പോൾ ശ്രീപ്രിയ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ അക്ഷയ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അക്ഷയ് ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ആൾക്ക് 50,000 രൂപ ഉണ്ടായിരുന്നു, ആ 50,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു, എപ്പോഴൊക്കെ പ്രോഫിറ്റ് കിട്ടുന്നോ അപ്പോഴൊക്കെ വിറ്റ് മാറും. സ്വിംഗ് ട്രേഡ് എന്നാ പറയുക അതിന്. നമ്മുടെ ഷോയിലൂടെ കണ്ടു, അദ്ദേഹം വാങ്ങിച്ചു, അത് ഇട്ടു, ദെൻ ഒരു പ്രോഫിറ്റ് വന്നു, വിറ്റു, വീണ്ടും വാങ്ങി വിറ്റു. അതൊരു എവറി ഡേ നമ്മൾ നോക്കിയിരിക്കലല്ല. അത് സ്വിംഗ് ട്രേഡ് തന്നെ 2 മാസമുണ്ട്, ഒരു ക്വാർട്ടറിന് റിസൾട്ട് വരുന്നതിനെ നോക്കിയിട്ട് വാങ്ങാൻ പറ്റും. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് ന്യൂസ് അപ്ഡേറ്റ് ഉണ്ട്. എല്ലാ ന്യൂസ് അപ്ഡേറ്റുകളിലും ഡിവിഡൻഡ് എപ്പോഴാണ് ഏണിങ്സ് കോൾ ഉണ്ട്, അതായത് ഏണിങ്സ് കോൾ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി, ഇപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസ് അടുത്ത മാസം അല്ലെങ്കിൽ അടുത്ത ആഴ്ച അവരുടെ എന്താ പറയുക റിസൾട്ട് വരാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ അതിനെ അനാലിസിസ് ചെയ്തിട്ടൊരു വാർത്ത കൊടുക്കുന്നുണ്ട്. ദെൻ അത് അന്നത്തെ തലേദിവസം നമ്മളൊരു വാർത്ത കൊടുക്കും. ഏണിങ്സിൻ്റെ അന്ന് റിസൾട്ട് വരുന്നതെന്ന് നമ്മൾ ലൈവായിട്ട് അതിനെക്കുറിച്ച് കവർ ചെയ്യുന്നുണ്ട്. അപ്പം ഒരാൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയോ ചെയ്യുന്ന ഒരാൾക്ക് നമ്മുടെ വാർത്ത കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ അനാലിസിസിലൂടെ ഇതിലേക്ക് പോകണോ വേണ്ടയോ എന്നുള്ള ഒരു ഐഡിയ കിട്ടും. അത് കൺസിസ്റ്റൻ്റ് ആയിട്ടുണ്ട്. ഒരു ദിവസം വന്നൊരു യൂട്യൂബ് വീഡിയോ ചെയ്ത് പോകുന്ന പോലെയല്ല. 5 hours നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ലൈവ് ഷോ ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ A to Z നമ്മൾ കവർ ചെയ്യുവാണ്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞത് നമ്മുടെ മോത്ത് ഫിനാൻസിൻ്റെ ഫൗണ്ടർ ആൻഡ് CEO ആയിരുന്നിട്ടുണ്ടായിരുന്ന സൂരജ് നായരാണ് നമ്മൾ ആ ഒരു ഷോ ലീഡ് ചെയ്യുന്നത്. ആ ഷോ മീൻസ് ആ എൻ്റയർ ടീമിനെ ലീഡ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല, ചില മാധ്യമ സ്ഥാപനങ്ങൾ ഓഹരിയെക്കുറിച്ചൊക്കെ വാർത്ത കൊടുക്കുന്ന സമയത്ത് അവരതിന് എക്സ്പെർട്ടുകളല്ല, അവർ നമ്മളുടെ അല്ലെങ്കിൽ മറ്റുള്ള സോഴ്സുകളിൽ നിന്നാണ് കൊടുക്കുന്നത്. അപ്പം ഒരു ഫണ്ട് മാനേജറാണ് ഒരു ജേർണലിസ്റ്റിനെ പോലെ നമ്മുടെ ആളുകൾക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന് പ്രവർത്തിക്കുകയും അതിനെ ലീഡ് ചെയ്യുകയും ചെയ്യുന്നത്, ആ എൻ്റയർ ടീമിനെ ലീഡ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ ഞാനിങ്ങനെ നമ്മുടെ ഇതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് പലരും ചോദിച്ചു, ഇതെന്താ ഇത് മാത്രമേ പറയാനുള്ളൂ, മൈഫിൻ TV മാത്രമേ ഇതിനുള്ള സോഴ്സ് ഉള്ളതെന്നല്ല. ഇന്ന് മലയാളത്തിൽ ലഭ്യമായിട്ടുള്ളതിൽ വേറെ സോഴ്സ് ഇല്ല. ഈ ഫുൾ ടൈം ആയിട്ട് ഈ കാര്യം പറയുന്ന സോഴ്സ് ഇല്ല. അത് സ്റ്റോക്ക് മാർക്കറ്റ്, പേഴ്സണൽ ഫിനാൻസ്, അതുപോലെ തന്നെ ബിസിനസ്, ഈ 3 കാര്യങ്ങളിലും നമ്മളാണ് ലീഡ് ചെയ്യുന്നത്. വേറെ ആരും തന്നെ ഇത്തരം സീരിയസ് ആയിട്ട് ഈ കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നില്ല. ഇപ്പോൾ യങ് ജനറേഷൻ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫോക്കസ് ചെയ്യുമ്പോൾ ഏത് കാര്യത്തിൽ, ബിസിനസ്സും ഫിനാൻസും സ്റ്റോക്ക് മാർക്കറ്റും ഫോക്കസ് ചെയ്യുന്ന സമയത്ത് കൃത്യമായ വിവരങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ
ഇത്രയും സാക്ഷരതയുള്ള മലയാളികളുടെ ഒരു തോട്ട് പ്രോസസ്സിൽ കൃത്യമായ ഒരു ചേഞ്ച് വരേണ്ട സമയമായി. നമ്മുടെ സ്വീകരണ മുറിയിൽ മൈഫിൻ ടി വിയോ അല്ലെങ്കിൽ മൈഫിൻ ടി വി പോലെയുള്ള കൃത്യമായ ഫിനാൻസും ബിസിനസ്സും ഡിസ്കസ് ചെയ്യുന്ന ചാനലുകളോ വെച്ച് പോകേണ്ട സമയം കൂടെയായി. അപ്പോൾ എന്നോട് ചോദിക്കും വേറെ ഏതാ ചാനലെന്ന്. ഞാൻ പറയും മൈഫിൻ ടി വിയുടെ ഫൗണ്ടർ ആൻഡ് സി എന്നല്ലേ ഞാൻ പറയും, വേറെ ഒരു ചാനൽ ഇപ്പോൾ വെക്കാൻ ഇല്ല, നിലവിലില്ല എന്ന് ഞാൻ പറയും. ഓക്കെ, അതുപോലെ നമ്മളിപ്പം ഡിവിഡൻറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലേ, നമുക്ക് ഇതിൽ എത്രത്തോളം ലാഭം ഉണ്ടാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ എത്രത്തോളം വരെ നമുക്ക് നഷ്ടം പ്രതീക്ഷിക്കാൻ പറ്റും? ഡിവിഡൻഡ് സ്റ്റോക്കുകൾക്ക് സാധാരണഗതിയിൽ വളരെ വലിയ രീതിയിലുള്ളൊരു വളർച്ച കാണാറില്ല. ഓക്കെ, ഇപ്പോൾ കോൾ ഇന്ത്യയുടെ കേസ് എടുക്കാം. കോൾ ഇന്ത്യ നല്ല രീതിയിൽ ഡിവിഡൻഡ് കൊടുക്കുന്നൊരു സ്റ്റോക്കാണ്. 2021 വളരെ വലിയ രീതിയിലുള്ള ഇടിവ് വന്നിരുന്നു. എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 130 സംതിങ് ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ 530 വരെ പോയിരുന്നു. ദെൻ അഗെയിൻ 400 ആണുള്ളത്. അപ്പോൾ ഡിവിഡൻഡ് സ്റ്റോക്കിന് പക്ഷേ ഇത് ഒരു 10 വർഷം മുമ്പും ഏതാണ്ട് 350 ആ ലെവലിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഡിവിഡൻഡ് സ്റ്റോക്കുകളിൽ ഇടിവ് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്ക് പോകാം. അപ്പോൾ കോവിഡ് സമയത്തുനിന്ന് ഇപ്പോൾ 5 times റിട്ടേൺ വന്നു. അതായത് 4 വർഷം കൊണ്ട് 1 ലക്ഷം രൂപ 5 ലക്ഷം രൂപയായി, ഡിവിഡൻറ്റും കിട്ടി. അല്ലേ, കറക്റ്റ് അല്ലേ? കോൾ ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി ഇന്ത്യയിലുള്ള ഈ സ്റ്റീൽ ഉൾപ്പെടെയുള്ള വലിയ മാനുഫാക്ചറിങ് കമ്പനികൾക്കുള്ള റോ മെറ്റീരിയൽസും കൂടെ സപ്ലൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഖനനവും പ്രോസസ്സിങ്ങും മാത്രമല്ല ചെയ്യുന്നത്, അതിൻ്റെ റോ മെറ്റീരിയൽസ് ഇതിൽ നിന്നാണ് കൊടുക്കുന്നത്. 2 ലക്ഷം കോടിക്ക് മുകളിൽ മൂലധന ആസ്തിയുള്ള കമ്പനിയാണ്. അപ്പം ഞാൻ പറഞ്ഞത്, നഷ്ടസാധ്യത എന്ന് പറയുന്ന സ്റ്റോക്കിൻ്റെ വിലയിൽ കുറഞ്ഞാലും നല്ല കമ്പനിയാണ്, നല്ല മോഡലാണെന്നുണ്ടെങ്കിൽ ഡിവിഡൻഡ് കൺസിസ്റ്റൻ്റായിട്ട് കിട്ടുകയും ഒരു മന്ത്ലി ഇൻകം ഏൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഡിവിഡൻഡ് സ്റ്റോക്കുകൾ മാത്രം വാങ്ങി അദ്ദേഹത്തിന് വർഷം ഒരു പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാനും പറ്റും. വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് നമ്മുടെ ചാനലിൽ തന്നെ എവിഡൻസ് ഉണ്ട് കൃത്യമായിട്ട് ഡിവിഡൻഡ് കൊടുക്കുന്നു എന്നുള്ളത്. അപ്പം നഷ്ടസാധ്യത എന്ന് പറയുന്നത് ഇപ്പോൾ ഗ്ലോബലായിട്ടുണ്ടാകുന്ന ഇഷ്യൂസ് കൊണ്ട് ആ ഒരു ഇഷ്യൂ നിലനിൽക്കുന്ന സമയത്ത് സ്റ്റോക്കിൽ പ്രൈസിൽ താഴോട്ട് പോകാം. എന്തൊക്കെയാണ് ഗ്ലോബൽ ക്രൈസിസ് അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളത്, പറയൂ. ഇപ്പോൾ മുമ്പ് സംഭവിച്ച കോവിഡിൻ്റെ കേസ് ഉണ്ടായിരുന്നു, പിന്നെ US താരിഫ്, പിന്നെ യുദ്ധം, പെട്രോളിൻ്റെ വില വർധനവ്, അതൊക്കെ ബാധിക്കുന്നില്ലായിരുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ ശ്രീപ്രിയ അത് ഒബ്സർവ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതായത് നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന സമയത്ത് സ്റ്റോക്ക് പ്രൈസസിൽ മൂവ്മെൻ്റ് ഉണ്ടാകും, അത് താഴോട്ട് പോകും. ആ ഒരു വാർത്ത മാറിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിൻ്റെ എഫക്റ്റ് മാറിക്കഴിയുമ്പോൾ പ്രൈസ് വിൽ ഗോ. അതുതന്നെയാണ് മൂവ് അപ്പ്. അതുതന്നെയാണ് ഈ ഡിവിഡൻഡ് ഉള്ള കോൾ ഇന്ത്യയുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ഇനി അങ്ങോട്ടും അത് തന്നെ ആയിരിക്കും വരാൻ പോവുക. ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആ വാർത്ത കഴിഞ്ഞ് കഴിയുമ്പോൾ, ആ വാർത്തയുടെ എഫക്റ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ സ്റ്റോക്ക് വിൽ ഗോ, മുന്നോട്ട് തന്നെ പോകും. ഇന്ത്യൻ എക്കോണമിയിൽ വിശ്വാസം ഉണ്ടാകും ഗ്രോത്തിൽ. തീർച്ചയായിട്ടും. അപ്പോൾ ഇന്ത്യൻ എക്കോണമിയിൽ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ പോപ്പുലേഷനൊക്കെ ഇതിനെ നമ്മുടെ എക്കണോമി ഗ്രോ ചെയ്യാനുള്ള റീസൺസ് ആണ്, അല്ലേ? സോ ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഒരു മെത്തഡ് ഓഫ് റെഗുലർ ഇൻകം ക്രിയേറ്റ് ചെയ്യാനുള്ള സാധനമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്വിംഗ് ട്രേഡിങ്. ഷോർട്ട് ടൈമും ഉണ്ട്, ലോങ് ടൈമും ഉണ്ട്. ഒരു 3 മാസം മുതൽ 6 മാസം വരെ കാലയളവിൽ വെയിറ്റ് ചെയ്ത് വിറ്റ് മാറുമ്പോൾ നമുക്കൊരു പ്രോഫിറ്റ് കിട്ടും. സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. അതിൽ നമുക്കൊരു എക്സ്ട്രാ ഇൻകം കൊടുക്കാം. ഒരു റിസൾട്ടിനെ ബേസ് ചെയ്തിട്ട്, ഇപ്പം നമ്മൾ അന്ന് പറഞ്ഞ പോലെ ഒരു കമ്പനിയുടെ റിസൾട്ട് വരുന്നു, ആ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ഷോകൾ കാണുന്നു, അതിനെ വെച്ചിട്ട് പർച്ചേസ് ചെയ്യുന്നു. മേ ബി ഒരു 2 ആഴ്ചയോ 3 ആഴ്ചയോ കഴിയുമ്പോൾ അത് നമ്മൾ വിറ്റ് മാറി പ്രോഫിറ്റിലേക്ക് വരുന്നു. ഇത് നോക്കി ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്, വളരെ പെട്ടെന്ന് അങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളല്ല. ഇൻട്രാഡേ നമ്മൾ എംപ്ലോയീസിന് പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇൻട്രാഡേ സ്റ്റോക്ക് മാർക്കറ്റിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിസ്റ്റം കമ്പ്യൂട്ടറുമായിട്ട് അതിൻ്റെ മുമ്പിലിരുന്ന് പൂർണ്ണ ശ്രദ്ധയോടുകൂടി ഒരു സർജറി ചെയ്യുന്ന ഡോക്ടറുടെ അത്രയും കരുതലോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, നമ്മൾ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതും പഠിച്ചിട്ട്, വളരെ എക്സ്പീരിയൻസ് ആയിട്ട് പഠിച്ചിട്ട് ചെയ്യണം. മൂന്നാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, ഇപ്പം നമ്മളുടെ തന്നെ 2 കോഴ്സുകളുണ്ട്. അപ്പോൾ ഇത് കോഴ്സ് എന്ന് പറയുമ്പോൾ ഇവർ ആദ്യം ചോദിക്കുന്നത് കോഴ്സ് സെല്ല് ചെയ്യാനുള്ള പരിപാടിയാണ് എന്ന് പറഞ്ഞിട്ട് താഴെ കമൻറ്റ് ഇടാൻ നോക്കണ്ട.
അല്ല ഞാൻ കമൻറ്റ് കാണാറുണ്ട് പറഞ്ഞത്. അപ്പോൾ കോഴ്സ് ചെയ്യാനല്ല, നമുക്കൊരു സാധനമുണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്താണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഓപ്ഷൻ ട്രേഡിംഗ് സൈക്കോളജി വിത്ത് കൺസിസ്റ്റൻറ്റ് പെർഫോമൻസ് ആൻഡ് കൺസിസ്റ്റൻറ്റ് ഇൻകം. ഇപ്പോൾ ഓപ്ഷൻ ട്രേഡിംഗ് സൈക്കോളജിയിൽ നമ്മളുടെ ഒരു എക്സ്പെർട്ട് ട്രെയിനറുണ്ട്. 20 years പ്ലസ് എക്സ്പീരിയൻസ് സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഒരാളാണ്. അപ്പം ഓപ്ഷൻ ട്രേഡിങ് എന്ന് പറയുന്നത്, ഓപ്ഷൻസ് എന്ന് പറയുന്നത് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിലുണ്ടാകുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഹെഡ്ജിങ് എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി, ഹെഡ്ജിങ് ആണ് അതിൽ ഓപ്ഷൻസിനെ ഉപയോഗിച്ചുകൊണ്ട് ഹെഡ്ജ് ചെയ്തുകൊണ്ട് നഷ്ടം ലഘൂകരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മളതിനെ ഒരു സ്ട്രാറ്റജി ആയിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഓപ്ഷനെ ഒരു കോഴ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്തു. അതിലൂടെ ഓപ്ഷൻ ട്രേഡിംഗ് സൈക്കോളജി ഫോർ കൺസിസ്റ്റൻറ്റ് പെർഫോമൻസ് 10 സീറ്റാണ് നമുക്കുള്ളത്. December 10 ക്ലാസ് തുടങ്ങും. ട്രെയിനർ ബാംഗ്ലൂരാണുള്ളത്, ഓൺലൈനാണ് ക്ലാസ്. ദെൻ അതൊരു ശരിക്കും പഠിച്ചു പോകുന്ന ഒരാൾക്ക്, ഒരു ഇപ്പം എക്സാമ്പിൾ ഒരു പ്രൊഫഷണൽ, അപ്പോൾ ഡെയിലി ഇങ്ങനെ ഇരുന്ന് ചെയ്യണ്ട, അല്ലാതെ തന്നെ ആൾക്ക് മാനേജ് ചെയ്യാം. ദെൻ ഹൗസ് വൈഫ്, അവർക്കും ഇതുപോലെ തന്നെ ഡെയിലി മാനേജ് ചെയ്യാം. പക്ഷേ റിസ്ക് നമ്മൾ കൃത്യമായിട്ട് പറയും. ഈ ഓപ്ഷൻ ട്രേഡിങ്ങിൽ നഷ്ടം സംഭവിക്കാനാണല്ലോ പക്ഷെ പൊതുവെ പറയാറുള്ളത്. ഓപ്ഷൻ തീർച്ചയായിട്ടും നമ്മൾ സ്റ്റോപ്പ് ലോസ് ഒന്നും ഇല്ലാതെ ഓപ്ഷൻസിൽ പോയി കഴിഞ്ഞാൽ ഇട്ട ക്യാപിറ്റൽ ഫുള്ളായിട്ട് പോകും. അപ്പോൾ എത്ര വരെ അപ്പോൾ ചെയ്യും 1 ലക്ഷം രൂപയായിട്ട് 1 ലക്ഷം പോകുന്നുണ്ട്. എനിക്ക് വളരെ അറിയാവുന്ന എൻ്റെ സുഹൃത്ത് 25 ലക്ഷം രൂപ ഓപ്ഷൻ ട്രേഡിങ്ങിലൂടെ കളഞ്ഞിട്ടിരിക്കുന്നുണ്ട്. 5 ലക്ഷം ഇട്ട് 10 ലക്ഷമായി, 10 പിടിക്കാൻ വേണ്ടി 5 കൂടി ഇട്ടു, 15 പോയി, 20 പോയി, 25 പോയി. ഹൈ റിസ്ക്കിലായിരുന്ന ആളുണ്ടായിരുന്നു, ഇപ്പം രക്ഷപ്പെട്ട് വരുന്നു. അപ്പം ഓപ്ഷൻ ട്രേഡിങ്ങിൽ പഠിക്കാതെ സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടും നഷ്ടം വരും. നമ്മളിത് അതല്ല പറയുന്നത്. നമ്മൾ പറയുന്നത് നമ്മളെടുക്കുന്ന 25 ട്രേഡും ഒരു മാസം എടുത്തെന്ന് വിചാരിക്കുക. 25 ട്രേഡും നഷ്ടമായി എന്ന് വിചാരിക്കുന്ന കേസിലാണെങ്കിൽ 3000 × 25 75,000 രൂപയും പോകും. ഓക്കെ, നമ്മളുടെ കോഴ്സിൽ ഇപ്പം നമ്മൾ 3ാമത്തെ ബാച്ചാണ് ചെയ്യാൻ പോകുന്നത്. 3ാമത്തെ ബാച്ചിലുള്ളതിൽ ഏകദേശം ഒരു 60 to 80% ആൾക്കാർ അത് കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. ചില ആളുകളുടെ നമ്മൾ നോക്കിയ സമയത്ത് അവർക്ക് സമയമില്ല, അല്ലെ അവർ പഠിച്ചത് കറക്റ്റായില്ല, നമ്മൾ ട്രേഡ് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു, വേറെ ട്രേഡ് ചെയ്യുന്നില്ല. ഒരാളുടെ പണം കളയാനല്ലല്ലോ നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പം സ്റ്റോപ്പ് ലോസ് ഒക്കെ വെച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ പോയാൽ, ഇതിപ്പോൾ നമ്മൾ 3ാമത്തെ ബാച്ച് ചെയ്യാൻ പോകുന്നത്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രോഫിറ്റിലേക്ക് വരും തീർച്ചയായിട്ടും. അപ്പോൾ അതിൽ നമ്മൾ വളരെ ചെറിയ ഫീസ് ഈടാക്കുന്നുള്ളൂ, വലിയ ഫീസൊന്നുമില്ല. അപ്പോൾ നമ്മൾ 30,000 50,000 ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ചെറിയ ഫീസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് എന്താണ് ഇതിൻ്റെ ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ, നമ്മൾ ആളുകളുടെ റിക്വയർമെൻറ്റാണിത്. ഇപ്പം ഞാൻ ഇപ്പോൾ ലോങ് ടൈം പറയുന്നു, ഇപ്പോൾ ലോങ് ടൈം പറഞ്ഞ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നു, അത് ഫ്യൂച്ചറിൽ ഗ്രോത്ത് ആകുന്നു. അപ്പോൾ ആളുകൾ പലപ്പോഴും ചോദിക്കില്ല, ഇത് പിന്നെ നമ്മൾ തന്നെ പല സാധനങ്ങളും പറയുന്ന സമയത്ത് തിരിച്ച് ചോദിച്ചിട്ടില്ലേ, എനിക്കിത് എന്താ പറയുക, മരണപ്പെട്ടിട്ട് കിട്ടിയിട്ട് എന്തിനാണ്, അല്ലെങ്കിൽ 50-ാം പൈസ കിട്ടിയിട്ട് എന്തിനാണ്, അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞ് കിട്ടിയിട്ട് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോഴത്തെ തലമുറയും കൂടെ അഡ്രസ്സ് ചെയ്യുന്ന പ്രൊഡക്ട്സ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് അവരുടെ ചോയ്സാണ്. അപ്പോൾ ഒരാൾക്ക് 1 ലക്ഷം രൂപയാണ് മൊത്തം ഉള്ളൂ എന്ന് വിചാരിക്കുക, അസറ്റായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റായിട്ടും ക്യാഷായിട്ടും എല്ലാം ഉള്ളുവെങ്കിൽ ഷോർട്ട് ടൈം റെഗുലർ ഇൻകത്തിന് വേണ്ടി അദ്ദേഹം മാറ്റി വെക്കേണ്ട തുക എന്ന് പറയുന്നത് 20% ഓഫ് ടോട്ടൽ അസറ്റ് എന്ന് പറഞ്ഞാൽ, അസറ്റ് മീൻസ് ഇൻ ദ സെൻസ് ക്യാഷ് അസറ്റ്, ക്യാഷ് ഫ്ലോയിലുള്ള. അപ്പോൾ 20,000 രൂപ ചെയ്യാവുള്ളൂ. അതിന് മുകളിൽ 1 രൂപ പോലും അയാളുടെ സൈഡ് ഇൻകത്തിന് വേണ്ടി എടുക്കാൻ പാടില്ല. അത് ബിലോ 35 ഏജിൽ താഴെയുള്ള ആളാണെങ്കിൽ. ഇനി എബവ് ഏജ് കൂടുന്നതനുസരിച്ച് അയാളുടെ ക്യാപിറ്റൽ ഫോർ ഫർദർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ് കുറയ്ക്കേണ്ടി വരും. മേ ബി 50 ഏജുള്ള ഒരാളാണെങ്കിൽ അയാളുടെ 10% ഓഫ് ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കാൻ പാടുള്ളൂ. എൻ്റെ മുഴുവൻ തുകയും ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക, 10 ലക്ഷം രൂപയുണ്ട്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തു എക്സാമ്പിൾ. അടുത്ത 10 വർഷം കൊണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വളരെ വലുതാവുമെന്ന് ഞാൻ വിചാരിച്ചു. കംപ്ലീറ്റ് എമൗണ്ടും കോവിഡ് പോലെ വേറൊരു ഇഷ്യൂ വന്നു. 8ാം വർഷമാകുമ്പോഴത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ കാലും താഴെ പോയാൽ നമുക്കതിനെ അഡ്രസ്സ് ചെയ്യണ്ടേ? അപ്പം ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ ഉണ്ട്. അപ്പം നമ്മൾ ഇതെല്ലാം നമ്മുടെ പ്രീമിയം ഷോകളിലൂടെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം നമ്മൾ പറയുന്നുണ്ട്. ഈവൻ ക്രിപ്റ്റോ റെഗുലറൈസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്ക് പോലും പോകണം എന്നാണ് നമ്മുടെ ഷോകളിലൂടെ പറയുന്നത്. ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് അസറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഇൻപുട്സും ഇൻഫർമേഷനും കൊടുക്കുകയാണ്, നോട്ട് ഫോർ സ്റ്റോക്ക് മാർക്കറ്റ്. അത് വൈഡ് ആംഗിളിലാണ് കാണുന്നത്. ഇതുവരെ സാറ് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ഇത്ര കോൺഫിഡൻസോട് കൂടി സംസാരിച്ചല്ലോ. അപ്പോൾ സാറിന് ഇതുവരെ നഷ്ടം സംഭവിച്ചിട്ടില്ലേ? കലക്കി, നല്ല ക്വസ്റ്റ്യനാണ്.
നഷ്ടം ഉറപ്പായിട്ടും വന്നിട്ടുണ്ട്. നഷ്ടം വന്നപ്പോഴാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് വന്നേക്കാൾ കൂടെ, അല്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ ഈ എനിക്ക് വന്ന പോലത്തെ നഷ്ടം വേറെ ആൾക്ക് വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതായത് 2020 കോവിഡ് ഏറ്റവും കൂടുതൽ കത്തി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലാറ്റ്ഫോമായിരുന്നു സൂം എന്ന് പറയുന്നത്. അപ്പോൾ സൂമിൽ അന്ന് ഞാൻ US ഉള്ള സ്റ്റോക്കാണ്, US അത് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അത് വാങ്ങിയിരുന്നു. അന്ന് വാങ്ങാനുള്ള റീസൺ എന്തായിരുന്നു? കോവിഡ് ഒരു 10 വർഷം നിലനിൽക്കും, 10 വർഷം കൊണ്ട്. അപ്പോൾ സ്റ്റോക്ക് ഒരു 2-3 മാസം കൊണ്ട് ഇത് വാങ്ങുന്നു, എല്ലാവരും ഉപയോഗിക്കുന്നു, അവർക്ക് വരുമാനം കിട്ടുന്നു, അത് വളരെ വലിയ രീതിയിലോട്ട് മൂല്യവർദ്ധന ഉണ്ടാകുന്നു എന്നുള്ള പോയിന്റിലാണ് ഇൻവെസ്റ്റ് ചെയ്തത്. പക്ഷേ കോവിഡ് കൺട്രോൾഡായി. ഇപ്പോൾ സ്റ്റോക്ക് ഞാൻ നോക്കാറ് പോലും ഇല്ല. ഒരു 60% വരെയൊക്കെ ചോപ്പ് കണ്ടതുവരെയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അതിന് താഴോട്ട് പോയത് ഓർമ്മയില്ല. അറൗണ്ട് ഒരു 30,000 to 40,000 ഇന്ത്യൻ മണി അതിലിപ്പോഴും ഉണ്ട്. പിന്നെ അന്ന് തന്നെ വേറൊരു ചൈനയിലിൻ്റെ ഒരു കാറുണ്ടായിരുന്നു, നിയോ കാർ എന്ന് പറഞ്ഞിട്ട് ഒരു കാറുണ്ടായിരുന്നു. അത് പിന്നെ കുറച്ചൊരു നഷ്ടം വന്നപ്പോഴത്തേക്കും വിറ്റ് മാറി. ഇപ്പോൾ ടെസ്ല പോലെ വരാനുള്ള ചാൻസ് ഉള്ളതായിരുന്നു. പിന്നെ അന്നൊരു ഫണ്ട് ആവശ്യം വന്നപ്പോൾ അത് ലോസിൽ പോയി. കേരളത്തിൽ നമ്മൾ ഇന്ത്യൻ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നഷ്ടം വന്നാലും അത് ഹോൾഡ് ചെയ്ത് നിർത്തിയിട്ട് നമ്മൾ പ്രോഫിറ്റ് ആകുമ്പോൾ മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇവിടെ അങ്ങനെ ഒരു ലോസ് വന്നിട്ടില്ല. ആ ഒരു ടൈം കഴിഞ്ഞ് കഴിയുമ്പോൾ ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്തിട്ടുണ്ട്. 3 വർഷമൊക്കെ ഹോൾഡ് ചെയ്തിട്ട് പ്രോഫിറ്റായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പം നമ്മളൊരു സ്ഥലം വാങ്ങിച്ചിട്ടു, അവിടെ ഒരു ഉരുൾപൊട്ടൽ വന്ന സമയത്ത് വില കുറഞ്ഞു. അപ്പോൾ ആ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ സിറ്റുവേഷൻ അങ്ങ് മാറി. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ വില കൂടി. നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ മൈൻഡ് സെറ്റ് എടുത്തു കഴിയുമ്പോൾ ആ ഒരു പ്രോബ്ലം ഇല്ല. ഇപ്പോൾ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടീൻ്റെ പേരിൽ നമ്മളൊരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡ് കൊണ്ട് അതിൻ്റെ എഡ്യൂക്കേഷനായാലും വിവാഹമായാലും അങ്ങനെയുള്ള കാര്യങ്ങൾ ഫ്യൂച്ചർ സേഫ് ആക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ സാധിക്കില്ലേ? തീർച്ചയായിട്ടും. അത് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ പർപ്പസ് തന്നെ അത് തന്നെയാണല്ലോ. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കുട്ടിക്ക് 1 വയസ്സുള്ളപ്പോൾ നിക്ഷേപിക്കുന്നു, ഇയർലി കിട്ടുന്ന ഡിവിഡൻഡ് നമ്മൾ കുറച്ച് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. അവരുടെ അല്ലേ വളരുന്ന സമയത്ത് ആവശ്യമുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാം. തീർച്ചയായിട്ടും ഡിവിഡൻഡ് ഉള്ള സ്റ്റോക്കുകൾ ഡിവിഡൻഡ് മാത്രമല്ല തരുന്നത്. ഡിവിഡൻഡ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഷെയർ മാത്രമാണ് അല്ലേ. കമ്പനിയുടെ സ്റ്റോക്കിലുള്ള വർധനവ് 10-15 അല്ലെങ്കിൽ 20 വർഷം കഴിഞ്ഞ് കുട്ടിയുടെ ഒരു ആവശ്യം വരുന്ന സമയത്ത് എത്രയോ ഇരട്ടി ആയിട്ടുണ്ട്. ഹിസ്റ്ററി അതല്ലേ പറയുന്നത്. 10 ഇരട്ടിയും 20 ഇരട്ടിയും 100 ഇരട്ടിയും 300 ഇരട്ടിയും വരെ വന്നിട്ടുള്ള സ്റ്റോക്കുകളുണ്ട്. അപ്പം അത് വളരെ നല്ലൊരു ആശയമാണ്. അതായത് നമ്മൾ ഡിവിഡൻഡ് ഫോർ കറണ്ട് അവരുടെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യുക, ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് അതിൻ്റെ വാല്യൂ വരുന്ന സ്റ്റോക്ക്, ആ സെയിം സ്റ്റോക്കിൻ്റെ തന്നെ വാല്യൂ വരുന്ന സമയത്ത് അതിനെ ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് എക്സ്ക്ലൂസീവ്ലി ഒരു സ്റ്റോക്ക് മാത്രമല്ല, നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഒരു SIP തുടങ്ങണം, അങ്ങനെയൊക്കെയുള്ള ചെയ്യാം. ഒപ്പം തന്നെ ഡിവിഡൻഡ് റീഇൻവെസ്റ്റ് ചെയ്യാമെന്നൊരു കൺസെപ്റ്റ് ഇവിടെ ഉണ്ട്. ഡിവിഡൻഡ് നമ്മൾ എടുക്കുന്നില്ല എങ്കിൽ ഇപ്പോൾ ഓരോ മാസവും ഇപ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് 7,000 രൂപ ഡിവിഡൻഡ് കിട്ടുമെന്ന് വിചാരിക്കുക. ഓരോ ക്വാർട്ടറിലും ആണല്ലോ ഡിവിഡൻഡ് കിട്ടുന്നത്. അപ്പോൾ 7,000 × 4 ഒരു 28,000 രൂപ നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കുക. അപ്പോൾ ആ 28,000 രൂപ നമ്മൾ ഓരോ 3 മാസം കൂടുമ്പോഴും റീഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ ഒരു എമൗണ്ട് ആയിട്ട് മാറും. അങ്ങനെ വേണമെങ്കിൽ നമ്മൾ വർദ്ധിപ്പിക്കാം. ഇത് കുട്ടിയുടെ എഡ്യൂക്കേഷൻ മാത്രമല്ല, ഇപ്പോൾ NRISയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പിന്നെ മെച്യൂരിറ്റിയിൽ റിട്ടയർമെൻറ്റ് ഫണ്ടിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഡിവിഡൻഡ് ആണെങ്കിൽ ഇതിനൊക്കെ ഒരു കാര്യമുണ്ട്. ഈ ഡിവിഡൻഡ് നമ്മൾ TDS കട്ട് ചെയ്യും. അപ്പം ഡിവിഡൻഡ് TDS എന്ന് പറയുമ്പോൾ അറൗണ്ട് 10%, 10,000 മുകളിൽ കിട്ടുന്ന ഡിവിഡൻഡുകൾക്ക് TDS കട്ട് ചെയ്യും. ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് കട്ട് ചെയ്യും. അതുപോലെ തന്നെ ഇതിൻ്റെ ടാക്സും ഉണ്ട്. അപ്പം നമ്മൾ ഇൻകം ടാക്സ് സ്ലാബിൽ ഏത് സ്ലാബിലാണോ അതിനനുസരിച്ചിട്ടുള്ള, ഇപ്പം 7,000 രൂപ കിട്ടിയ ഡിവിഡൻഡ് 1,07,000 രൂപ കിട്ടിയ ആൾ 30% സ്ലാബാണെങ്കിൽ ആ 30% 7,000-ൽ നിന്ന് 30% കട്ട് ചെയ്യും. അപ്പം 2,100 രൂപ അയാളുടെ ഇത് ടാക്സിൽ നിന്ന് ഇൻകം ടാക്സ് കൊടുക്കണം. മീൻസ് ഇൻകം ടാക്സ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊരു ഇപ്പോൾ എല്ലാത്തിനും ടാക്സ് ഉള്ള പോലെ തന്നെ ഇതിനും ഈ ഒരു ഡിവിഡൻറ്റിനും ടാക്സ് ഉണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിങ്ങിന് ഇപ്പോൾ ടാക്സ് ഉണ്ട് അല്ലേ, അതിൻ്റെ സെസ് ഉണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉള്ളത് തന്നെയാണ്. അതിനെ നമ്മൾ അതുണ്ട് എന്ന് കരുതിയിട്ട് നമ്മൾ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ചും റിസൾട്ടുകൾ വരുന്ന സമയത്ത് സ്റ്റോക്കിൽ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്ന സമയത്തൊക്കെ മൂവ്മെൻറ്റുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതൊരു വാല്യൂ അപ്രിസിയേഷനായിട്ട് നമുക്ക് അങ്ങനെ കട്ട് ചെയ്യാനും പറ്റും. കട്ട് ചെയ്തിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് മാറാനും പറ്റും.
ഇപ്പോൾ നമ്മൾ മൈഫിൻ്റെ 4th ഇയർ ആനിവേഴ്സറിയിലേക്ക് കടന്നിരിക്കുകയാണല്ലോ. അപ്പോൾ മൈഫിൻ്റെ ലക്ഷ്യം തന്നെ ഫിനാൻഷ്യൽ ലിറ്ററസി എന്നുള്ള കാര്യമാണല്ലോ. അത് എത്രത്തോളം നമുക്ക് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട്? വലിയ ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ മൈഫിൻ പോയിൻ്റ് ന്യൂസ് പോർട്ടലിൽ റെഗുലറായിട്ടുള്ള ആക്റ്റീവ് യൂസേഴ്സ് 1 മില്യൺ കഴിഞ്ഞു, 10 ലക്ഷം പേര് കഴിഞ്ഞു. 17 ലക്ഷം പേര് റെഗുലറായിട്ട് വിസിറ്റേഴ്സ് ഉണ്ട്, മീൻസ് ടോട്ടൽ വിസിറ്റ് വന്നു പോയിട്ടുണ്ട്. കൂടുതലും നമുക്ക് NRIs ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള സാധാരണ ആൾക്കാരുണ്ട്, കൃഷിക്കാരുണ്ട്, എല്ലാ തരത്തിലുള്ള ആളുകളുണ്ട്. അപ്പോൾ നമ്മളതിൽ അഗ്രികൾച്ചർ ന്യൂസ്, ടെക് ന്യൂസ്, എക്കണോമി ന്യൂസ്, ബാങ്ക് ന്യൂസ്, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ളൊരു പോയിന്റിൽ മാത്രമല്ല അതിൽ കൊടുക്കുന്നത്. സക്സസ്, ബിസിനസ് സ്റ്റോറീസ്, ഫെയിലിയർ, എന്തുകൊണ്ട് ഫെയിലിയറായി, ഇത്തരം കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ വാർത്തയിൽ ഇന്നത്തെ അറിയിപ്പുകൾ കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ അറിയിപ്പുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ 1 മിനിറ്റ് കൊണ്ട് ഇന്നത്തെ അറിയിപ്പുകൾ പറഞ്ഞു തീർക്കുക, അല്ലെങ്കിൽ 1.5 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കുകയാണ്. മീൻസ് നാളെയിലേക്ക് എന്താണ് മാർക്കറ്റിൽ, അല്ലെങ്കിൽ മാർക്കറ്റിൽ മീൻസ് ഇൻ ദ സെൻസ് കേരളത്തിൽ എന്ത് സംഭവിക്കുന്നത്, ഇന്ത്യയിൽ എന്താ നടക്കാൻ പോകുന്നത്, നമ്മൾ എന്തൊക്കെയാണ് കരുതിയിരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കൊടുക്കുന്നത്. ഒന്നത്. രണ്ടാമത്തത്, നമ്മുടെ മൈഫിൻ TV ഇപ്പോൾ LG ഉൾപ്പെടെയുള്ള സ്മാർട്ട് TVയിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇത് ആളുകൾക്ക് വീട്ടിലേക്ക്, ഒരു വ്യക്തിയുടെ മൊബൈലിൽ കാണുന്നതിൽ നിന്ന് ഒരു ഫാമിലിയിലേക്ക് മാറിക്കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ നമ്മുടെ മൊബൈൽ TV ഡൗൺലോഡ്സ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഉണ്ട്. വെബ്സൈറ്റ് myfintv.com ഉണ്ട്. അപ്പോൾ അത് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് കാണാം. ഓക്കെ. ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഒരു ട്രസ്റ്റഡ് മീഡിയ ആണ്. നമ്മുടെ ഒരു പർട്ടിക്കുലർ ഒരു വ്യക്തിയോ ഒരു പേഴ്സണലോ അല്ല, നമ്മളൊരു റിലയബിൾ ആയിട്ടുള്ള സോഴ്സാണ്. അപ്പം ഇതിൽ നമ്മൾ പറയുന്ന കാര്യം കഴിഞ്ഞ 4 വർഷമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ പരസ്യ വരുമാനമുണ്ട് നമുക്ക്. അപ്പോൾ മൈഫിൻ TVക്ക് ഏകദേശം 1.5 ലക്ഷത്തോളം ഫേസ്ബുക്ക് ഫോളോവേഴ്സും ഇൻസ്റ്റാഗ്രാമും ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ ഉള്ള ആളുകളുണ്ട്. ടോട്ടൽ 3 ലക്ഷം ഫോളോവേഴ്സുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ബ്രാൻഡ് സ്റ്റോറി എന്ന് പറയുന്നത്, അപ്പോൾ അവരുടെ ബിസിനസ് ഇതിൽ ഷോക്കേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ബിസിനസ്സുകൾ അവരുടെ ബിസിനസ് നമ്മുടെ അടുത്ത് ഒന്ന് പറയാം. ആ ബിസിനസ് നമ്മൾ വളരെ നന്നായി അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ബിസിനസ് അവർ പറയുമ്പോൾ അവർക്ക് വലിയ രീതിയിലോട്ട് അവരുടെ ബ്രാൻഡിനെ, നമ്മുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് പർച്ചേസിങ് പവറുള്ള വ്യൂവേഴ്സും ഫോളോവേഴ്സുമാണ് നമുക്കുള്ളത്. അപ്പോൾ അവരുടെ ബ്രാൻഡിനെ അവരുടെ ഏറ്റവും നന്നായിട്ട് അവരുടെ സർവീസസ് നമ്മുടെ ഈ ഒരു ഓഡിയൻസ് ഗ്രൂപ്പിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും. നമ്മുടെ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ നമ്മുടെ ഒരു റവന്യൂ സോഴ്സസ് ആണ്. നമ്മുടെ മാസ്സായിട്ടുള്ള, ഇപ്പം നമ്മൾ എല്ലാ TV ചാനലുകളിലും, അതായത് എല്ലാ സ്മാർട്ട് TVയിലുമുള്ള രീതിയിലോട്ട് ഇതിൻ്റെ ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പം നമ്മൾ വിദേശത്തിരിക്കുന്ന ഒരാൾക്ക് അയാളുടെ ഫാമിലി റൂമിൽ, അല്ലെങ്കിൽ വിസിറ്റേഴ്സിൻ്റെ ഇതിൻ്റെ റൂമിൽ, ഡൈനിങ് ഇതിലൊക്കെ ഇരുന്നിട്ട് ത്രൂ ഔട്ട് എവിടെ ഇരുന്നും നമ്മുടെ TV ആക്സസ് ചെയ്യാവുന്ന രീതിയിലോട്ട് നമ്മളത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത മാസം മുതൽ അതിൻ്റെ മാസ്സായിട്ടുള്ള പ്രൊമോഷൻസും ഡൗൺലോഡ്സും കാര്യങ്ങളൊക്കെ പോകണം. അപ്പോൾ 24/7 ഒരു ബിസിനസ് ചാനലായിട്ട് നമ്മൾ ജനുവരി ഒരു മിഡോട് കൂടി വരാൻ പോവാണ്. കേരളത്തിൽ ആദ്യത്തെ 24/7 ബിസിനസ് ചാനലാണ്. മിഡ് ഓഫ് ജനുവരി അത് വരാൻ പോവാണ്. അപ്പോൾ കഴിഞ്ഞ 4 വർഷം കൊണ്ട് നമ്മൾ പ്രേക്ഷകർക്കിടയിൽ നേടിയെടുത്ത ഒരു ട്രസ്റ്റ്, ഒരു അംഗീകാരം, അത് തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ വില മതിക്കുന്നത് ആ ഒരു പോയിന്റിൽ. പിന്നെ അതർ ലാംഗ്വേജസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. തീർച്ചയായിട്ടും അതർ ലാംഗ്വേജസ് നമ്മൾ അതിൻ്റെ സോഷ്യൽ മീഡിയ പേജസ് തുടങ്ങി വെച്ചു. ഇംഗ്ലീഷും ഹിന്ദിക്കും പുറമെ എല്ലാവരുടെയും, ഇപ്പോൾ തമിഴ്, തെലുങ്ക്, കന്നഡ, ഒഡിയ ആൻഡ് ഹിന്ദി, ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആയിക്കഴിഞ്ഞു. സോഷ്യൽ മീഡിയ പേജ് ആയിക്കഴിഞ്ഞു. അവിടെ ഇതുപോലെ തന്നെ നമ്മുടെ മൈഫിൻ TV വലിയ രീതിയിലോട്ട് ചാനലായിട്ട് തന്നെ വിത്തിൻ 1 ഇയർ വരാൻ പോവുകയാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ അഡീഷണൽ ഇൻകം ഏൺ ചെയ്യാനുള്ള ഒരു ടെക്നിക്കൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. അതിനായിട്ട് നമ്മൾ മൈഫിൻ TVയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ദെൻ നമ്മളുടെ സ്മാർട്ട് TVയിൽ നമുക്കത് കാണാൻ സാധിക്കും. എല്ലാവരും നിങ്ങളുടെ ഇതുവരെയുള്ള ഹാബിറ്റ്സിൽ ചേഞ്ച് വരുത്തിയിട്ട് കുറച്ച് സമയം മൈഫിൻ TVയും കൂടെ കാണാൻ ശ്രദ്ധിക്കുക. അതുവഴി നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.